വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പദങ്ങളാണ്. ഒന്ന് റിപ്പോ റേറ്റ്, അടുത്തത് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ. എന്താണ് ഇപ്പോ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ റിവേഴ്സ് റിപ്പോ അല്ലെങ്കിൽ റിപ്പോ റേറ്റിനെ കുറിച്ച് എടുത്ത് പറയാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 5 വർഷത്തിന് മുമ്പ് 2020 മെയ് മാസത്തിലാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത്. അതിനുശേഷം ഇപ്പൊ 5 വർഷത്തിന് ശേഷം 2025 വീണ്ടും റിപ്പോ റേറ്റ് കുറയ്ക്കുന്നത്. ഇപ്പൊ നിലവിലെ റിപ്പോ റേറ്റ് 6.25%. 6.25%. അന്ന് 2020 മെയ് മാസത്തിൽ കുറച്ചിട്ട് ഒടുവില് റിപ്പോ നിരക്ക് കുറച്ചത് മെയ് മാസത്തിലാണല്ലോ 2020. അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് റിപ്പോ നിരക്ക് കൂട്ടി കൂട്ടി 6.5% വരെ ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് 6.25%ആക്കി കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ എന്താണ് റിപ്പോ റേറ്റ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് എത്രയാണ്, എന്താണ് റിവേഴ്സ് റിപ്പോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ടോപ്പിക്ക് എടുക്കാനുള്ള കാരണം. അപ്പൊ നമുക്ക് പഠിക്കാം എന്താണ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് എന്ത് നൽകാണ്, കടങ്ങൾ നൽകുന്നുണ്ട് അല്ലെങ്കിൽ വായ്പകൾ നൽകുന്നുണ്ട്. ആ വായ്പയ്ക്ക് ഈടാക്കുന്ന പലിശയെ വിളിക്കുന്ന പേരാണ് റിപ്പോ റേറ്റ്. അപ്പൊ നമ്മുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക്, അതായത് ഓരോ രാജ്യത്തിന്റെയും കേന്ദ്ര ബാങ്കുകൾ, ആ കേന്ദ്ര ബാങ്കുകൾ ആ രാജ്യത്തെ കേന്ദ്ര ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾക്ക് എന്ത് നൽകും, വായ്പ നൽകും. അങ്ങനെ വായ്പ നൽകുമ്പോ ആ വായ്പയ്ക്ക് അവരൊരു പലിശ ഈടാക്കില്ലേ, ആ പലിശയാണ് എന്ത് വിളിക്കുന്നത്, റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. വായ്പയുടെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടുകയാണ്. അതായത് വായ്പ വാങ്ങാനുള്ള ആൾക്കാരുടെ ഗണ്യമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ വാണിജ്യ ബാങ്കുകളുടെ കയ്യിൽ പണമില്ലാതെയും ഇരിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ റിസർവ് ബാങ്ക് എന്ത് ചെയ്യാണ്, മറ്റ് ബാങ്കുകൾക്ക്, വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുകയാണ്. അതിന് കൊടുക്കണ, ആ വാണിജ്യ ബാങ്കുകൾ കൊടുക്കണ പലിശയെ വിളിക്കണ പേരാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എപ്പോഴാണ് എന്താ പറയുന്നത്, റിപ്പോ റേറ്റ് റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യകത വരുന്നത്, ആ ബാങ്കുകളുടെ കയ്യിൽ പണം ഇല്ലാത്ത സന്ദർഭം വരിക. പക്ഷെ എന്താണ്, വായ്പയുടെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടുക. അത്തരം സന്ദർഭങ്ങളിൽ അവര് റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ വാങ്ങുന്നു. അവർക്ക് പകരമായിട്ട് എന്ത് കൊടുക്കുന്നു, പലിശ കൊടുക്കുന്നു. ആ പലിശയ്ക്ക് റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നു. ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകളുടെ കുറവുണ്ടായാൽ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കിനെ റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നു. ഇതാണ് റിപ്പോ റേറ്റിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ടുകളുടെ കുറവ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കിനെ വിളിക്കുന്ന പേരാണ് റിപ്പോ നിരക്ക്. പണപ്പെരുപ്പം ഉണ്ടായാലാണ് സെൻട്രൽ ബാങ്ക് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. എപ്പോഴാണ് സെൻട്രൽ ബാങ്ക് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നമുക്കിപ്പോ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തരുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാം. പണപ്പെരുപ്പം ഉണ്ടായാലാണ് സെൻട്രൽ ബാങ്ക് റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. ഇപ്പൊ റിപ്പോ നിരക്ക് കൂടി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സമ്പദ് വ്യവസ്ഥയിലേക്ക് പണം ഒഴുകാൻ റിസർവ് ബാങ്ക് ആഗ്രഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. സമ്പദ് വ്യവസ്ഥയിലേക്ക് പണം ഒഴുകാൻ റിസർവ് ബാങ്ക് ആഗ്രഹിക്കുന്നില്ല എന്നതാണ് റിപ്പോ നിരക്ക് കൂടി എന്നതിന്റെ അർത്ഥം. ഈ റിപ്പോ നിരക്ക് ബാങ്ക് നിരക്കിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും. റിപ്പോ നിരക്ക് ബാങ്ക് നിരക്കിനേക്കാൾ കുറവാണ്. അത് ഓർത്തു വെക്കണം. പൊതുവെ ഈ റിപ്പോ നിരക്ക് ജനങ്ങളെ നേരിട്ട് ബാധിക്കാറില്ല. കാരണം വാണിജ്യ ബാങ്കുകളുടെ കയ്യിൽ നിന്നല്ലേ ജനങ്ങൾ എന്ത് വാങ്ങുന്നത്, ഈ ലോൺ വാങ്ങുന്നത്, അല്ലാണ്ട് റിസർവ് ബാങ്കിന്റെ കയ്യിൽ നിന്നല്ലല്ലോ. അപ്പൊ പൊതുവെ ജനങ്ങളെ റിപ്പോ നിരക്ക് ബാധിക്കാറില്ല. അതും ഓർക്കുക. സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിരക്കാണ് റിപ്പോ നിരക്ക്. എന്ത് കൈകാര്യം ചെയ്യുന്നതിനുള്ള? സെക്യൂരിറ്റികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിരക്കാണ് റിപ്പോ നിരക്ക്. അതും ഓർക്കണം.
വാണിജ്യ ബാങ്കുകൾ നൽകുന്ന സെക്യൂരിറ്റികൾക്ക് റിപ്പോ നിരക്ക് ഈടായി പ്രവർത്തിക്കുന്നു. വാണിജ്യ ബാങ്കുകൾ നൽകുന്ന സെക്യൂരിറ്റികൾക്ക് ഈടായി പ്രവർത്തിക്കുന്ന റിപ്പോ നിരക്കാണ്. തിരിച്ചെന്താ കൊടുക്കണേ? വായ്പയ്ക്ക് നമ്മള് പലിശയാണല്ലോ കൊടുക്കണേ. അടുത്തത്, ഇത് ഹ്രസ്വകാല ഫണ്ടിങ് ആവശ്യകതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു ലോങ് ടേം ലോണൊന്നല്ല അവിടെ കൊടുക്കുന്നത്, എന്താണ്, ഷോർട്ട് ടേം ആണ്. അപ്പൊ ഹ്രസ്വകാല ഫണ്ടിങ് ആവശ്യകതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന റേറ്റ് ആണ് റിപ്പോ റേറ്റ്. അപ്പൊ എന്താ പറയുന്നത്? അതായത് വായ്പയുടെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടുക. കുറെ ആൾക്കാര് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ, ബാങ്കിലേക്ക് ധാരാളം ആൾക്കാർ വായ്പ ചോദിച്ചു വരികയാണ്. പക്ഷെ ബാങ്കിന്റെ കയ്യില് ആ ആൾക്കാർക്ക് മുഴുവൻ കൊടുക്കാൻ പൈസ ഇല്ലാത്തൊരു സാഹചര്യം വരികയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ബാങ്ക് ആരെ സമീപിക്കുന്നു? റിസർവ് ബാങ്കിനെ സമീപിക്കുന്നു. ഇപ്പൊ റിസർവ് ബാങ്ക് ആ ബാങ്ക് ഏത് ബാങ്കാണോ സമീപിക്കുന്നത്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക്, കാനറ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, കുറെ ബാങ്കുകളുണ്ട്. അപ്പൊ ഏതെങ്കിലും ബാങ്കുകൾക്ക് അങ്ങനെ ഒരു ഫണ്ടിന്റെ ആവശ്യം, ആ ബാങ്ക് എവിടെ ആരെ സമീപിക്കുകയാണ്? റിസർവ് ബാങ്കിനെ സമീപിക്കുകയാണ്. അപ്പൊ റിസർവ് ബാങ്ക് എന്ത് ചെയ്യും? ആ ബാങ്കിന് എന്ത് കൊടുക്കും? വായ്പ കൊടുക്കും. അപ്പൊ ബാങ്ക് തിരിച്ച് എന്ത് കൊടുക്കണ്ടേ? പലിശ കൊടുക്കണ്ടേ? അതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പണപ്പെരുപ്പം ഉണ്ടായാൽ സെൻട്രൽ ബാങ്ക് റിപ്പോ നിരക്ക് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും എന്ന് ഓർത്തു വെക്കണം കേട്ടോ. അതുപോലെ ഷോർട്ട് ടേം വായ്പയുമായിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫണ്ടിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ് റിപ്പോ നിരക്ക് എന്ന് ഓർത്തു വെക്കുക. ഈ റിപ്പോ റേറ്റ് ഡയറക്റ്റ് ആയിട്ട് ജനങ്ങളെ ബാധിക്കാറില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. റിപ്പോ റേറ്റ് ബാങ്ക് റേറ്റിനേക്കാൾ കുറവാണെന്ന് ഓർത്തു വെക്കുക. ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇനി എന്താണ് റിവേഴ്സ് റിപ്പോ? എന്താ റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ, വായ്പ നൽകാൻ അവസരമില്ലാതെ പണം ബാങ്കുകളുടെ കയ്യിൽ കുമിഞ്ഞുകൂടാണ്. അതായത് ബാങ്കിലേക്ക് കുറെ ഡെപ്പോസിറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബാങ്കിനോട് ആരും എന്ത് ചോദിച്ചു വരുന്നില്ല? ലോൺ ചോദിച്ചു വരുന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ ബാങ്കുകളുടെ കയ്യിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് കുമിഞ്ഞു കൂടി കുറേ അധികം നിക്ഷേപങ്ങൾ ഉണ്ടാവാണ്. അത്തരം സന്ദർഭങ്ങളിൽ റിസർവ് ബാങ്ക് പറയാണ്, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടല്ലോ, ആ കാശൊക്കെ ഇങ്ങോട്ട് തന്നോളോ, ഞങ്ങള് ഒരു നിശ്ചിത പലിശ അങ്ങോട്ട് തരാം. അതിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് റിപ്പോ. ഇപ്പൊ ബാങ്കുകളുടെ കയ്യില് നിക്ഷേപങ്ങൾ കുമിഞ്ഞു കൂടുമ്പോൾ ആ നിക്ഷേപം ആര് സ്വീകരിക്കുന്നു? റിസർവ് ബാങ്ക് സ്വീകരിക്കുകയും പകരം തിരിച്ച് വാണിജ്യ ബാങ്കുകൾക്ക് പലിശ കൊടുക്കുകയും ചെയ്യുന്നു. അതിനെ റിവേഴ്സ് റിപ്പോ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഒന്ന് ഭംഗിയായിട്ട് പറയാം. വായ്പ നൽകാൻ അവസരമില്ലാതെ പണം ബാങ്കുകളുടെ കയ്യിൽ കുമിഞ്ഞുകൂടിയാൽ റിസർവ് ബാങ്ക് അത് നിക്ഷേപമായി വാണിജ്യ ബാങ്കുകളിൽ നിന്നും സ്വീകരിക്കുന്നു. അതിന് റിസർവ് ബാങ്ക് നൽകുന്ന, വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന പലിശയെ എന്ത് വിളിക്കുന്നു? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നു, അഥവാ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നത് ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് രാജ്യത്തിനുള്ളിലെ വാണിജ്യ ബാങ്കുകൾക്ക് പണം കടം വാങ്ങുന്ന, അവരിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ്. ശരിക്കും കടം വാങ്ങുകയാണ്, റിസർവ് ബാങ്ക് വാങ്ങുകയാണ്. ആരുടെ കയ്യിൽ നിന്ന്? വാണിജ്യ ബാങ്കുകളുടെ കയ്യിൽ നിന്ന്. രാജ്യത്തിന്റെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് ആര് വാങ്ങുന്നുണ്ട്? റിസർവ് ബാങ്ക് വാങ്ങുന്നു, തിരിച്ച് പലിശ കൊടുക്കുന്നു. രാജ്യത്തെ പണവിതരണം നിയന്ത്രിക്കാൻ, എന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യത്തെ പണവിതരണം നിയന്ത്രിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു നയ ഉപകരണമാണ് റിവേഴ്സ് റിപ്പോ. അതായത് രാജ്യത്തെ പണനയം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ധനനയ ഉപകരണമാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? റെപ്പോ റേറ്റ് എന്നുള്ള പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് റിപ്പോ അല്ലെങ്കിൽ എന്താണ് റിവേഴ്സ് റിപ്പോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നിലവില് റിപ്പോ റേറ്റ് 6.25% എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തു വെക്കണം. 5 വർഷത്തിന് ശേഷമാണ് ഇപ്പോ 2020 ശേഷം 2025 റിപ്പോ റേറ്റ് കുറച്ചത് എന്ന് ഓർക്കുക. 6.5 വരെ 6.50 വലിയ ഇമ്പോർട്ടൻസ് ഇല്ലേ, 6.5 വരെ നിൽക്കുമായിരുന്നു. ഇപ്പൊ അത് 6.25 ആയിട്ട് നിലവിൽ നിൽക്കുകയാണെന്ന് ഓർത്തു വെക്കാം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് ടേം ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്, റിപ്പോ റേറ്റ്. അതുപോലെ തന്നെ അതിന്റെ റിവേഴ്സ് റേറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന ഓരോ ക്ലാസ്സുകളും മനസ്സിലാവുന്നു എന്ന് എനിക്കറിയണമെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോഴല്ലേ എന്നെ പോലുള്ള ടീച്ചേഴ്സിന് അത് നിങ്ങളുടെ കമന്റ്സ് ആണ് കുറച്ചും കൂടെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാനും
കൂടുതൽ കൂടുതൽ പോയിന്റുകൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ പ്രചോദനമാകുന്നത് നിങ്ങളുടെ കമന്റ്സും ലൈക്സും ഒക്കെയാണ് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.